ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. അതായത് ഒറ്റ സർക്യൂട്ട് വരുന്നു. ആ ഒറ്റ സർക്യൂട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് പവർ പ്ലഗും അതുപോലെ തന്നെ സാധാ 10 ആംസിൻ്റെ പ്ലഗും അതുപോലെ തന്നെ 16 ആംസിൻ്റെ അതായത് പവർ പ്ലഗും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം. ഒരു സർക്യൂട്ടാണ് വരുന്നത്. അത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇത്രയാണ് നമ്മുടെ പവർ പ്ലഗിൻ്റെ ഏരിയയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൂടി നമുക്ക് വലിച്ചിടാം. പിന്നീട് നമുക്ക് ഇൻവെർട്ടറിൻ്റെ പ്ലഗ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെർട്ടർ കൂടി വലിച്ചിടാം. അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത് പിന്നെ വരുന്നത് ഇൻവെർട്ടർ. അപ്പോൾ ഫേസ്, ന്യൂട്രൽ, എർത്തിന് നമ്മളിവിടെ എല്ലാം വലിച്ചിരിക്കുന്നത് 2.5 ആദ്യമേ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡ് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് 20 ആംസ് എന്ന് എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും അതിൻ്റെ സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. 1 വേ സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ഇതിൻ്റെ അത് എർത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എർത്ത് വരുന്നത് മെയിനായിട്ട് നമ്മൾ 1.5 എർത്താണ് നമ്മുടെ ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഡി ബിയിൽ നിന്ന് വന്നതിന് ശേഷം കണ്ട ആ എർത്ത് വന്ന് ഫസ്റ്റത്തെ ഏറ്റവും ആദ്യത്തെ പ്ലഗ് സോക്കറ്റിനെ നമ്മൾ ലിങ്ക് ചെയ്തു. അതിനുശേഷം പിന്നെ രണ്ടാമത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തന്നെ എർത്ത് നോക്കുക. ഈ എർത്ത് വരുന്നത് അപ്പുറത്തും വേറെ ഇതുപോലെ തന്നെ പ്ലഗ് ഉള്ളതുകൊണ്ട് കയറി ഇറങ്ങിയാണ് പോകുന്നത്. നമ്മുടെ കിച്ചണിലേക്കൊക്കെ നമ്മൾ എർത്ത് വലിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് മാത്രം വലിച്ചാൽ മതി. ഒരു 1.5 സർക്യൂട്ട്. ഇനി കൂടി വന്നാൽ വേണമെങ്കിൽ മാക്സിമം 2 വലിക്കാം. കിച്ചണിലേക്ക് ഒന്ന്, വർക്ക് ഏരിയയിലേക്ക് ഒന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിരിക്കുന്നത് ഈ എല്ലാ എർത്തുകളും ഒന്നിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എല്ലാ 2 വയറുകളും ലിങ്ക് ചെയ്ത് പോകുന്നത് ഒന്നിച്ച് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ആദ്യത്തെ പ്ലഗ് സോക്കറ്റിൻ്റെ എർത്തിലേക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ പ്ലഗ് സോക്കറ്റിൻ്റെ എർത്തിലേക്ക് നമ്മൾ കൊടുത്തു. എർത്തിൻ്റെ എംബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ കാണുന്ന മൂന്നാമത്തെ, അതായത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ട എർത്തിൻ്റെ എംബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ സ്ക്രൂ അഴിച്ചതിന് ശേഷം എർത്ത് അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇനി വരുന്നത് വെച്ചാൽ ന്യൂട്രാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കളർ കോഡിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ന്യൂട്രൽ വന്നിരിക്കുന്നത് നമുക്ക് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നീലയാണ് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്നത്. മെയിൻ വയർ 2.5 നീലയാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പല സ്ഥലങ്ങളിലേക്കും കയറി പോയിരിക്കുന്ന ലൈറ്റിൻ്റെ ലീഡ് അതുപോലെ തന്നെ പോയിരിക്കുന്ന ന്യൂട്രൽ വയറുകളാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത്. എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, ആ എൻ എന്ന് മാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊടുത്തു. അതിനുശേഷം തൊട്ടിപ്പുറത്തേക്കും അതിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തെ പ്ലഗ് സോക്കറ്റിൻ്റെ എൻ എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കും കൊടുത്തു. അതായത് പ്ലഗ് സോക്കറ്റിൻ്റെ എപ്പോഴും ലെഫ്റ്റ് സൈഡായിരിക്കണം എന്ന് മാർക്ക് ചെയ്യണം. അതായത് ന്യൂട്രൽ എപ്പോഴും കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡായിരിക്കണം. കാരണം ഏത് ഡിവൈസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ റൈറ്റ് സൈഡ് ഫേസും ലെഫ്റ്റ് സൈഡ് ന്യൂട്രലും ആയിരിക്കും. ഇനി ഫേസ് വന്നിരിക്കുന്നത് ഡി ബിയിലും വന്നിരിക്കുന്നത് മഞ്ഞ വയറാണ് വന്നിരിക്കുന്നത്. അത് 2.5 വന്നിരിക്കുന്നത് മഞ്ഞ വയറാണ്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അത് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഒറ്റ വയറാക്കിയിട്ട് 2 1 വേ സ്വിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 20 ആംസിൻ്റെ 1 വേ സ്വിച്ചും പിന്നെ 10 ആംസിൻ്റെ 1 വേ സ്വിച്ചും അതിൻ്റെ സെൻറ്ററിലേക്ക് ലിങ്ക് ചെയ്തു. അതായത് ഒറ്റ 1 വേ സ്വിച്ചിന് ആകെ 2 പോളാണ് ഉള്ളത് കൊണ്ട് താഴത്തെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 സ്വിച്ചിൻ്റെയും മുകളിലൂടെ അങ്ങോട്ട് ലിങ്ക് ചെയ്തു. അവിടെ നിന്നും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ലിങ്ക് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ താഴത്തുനിന്ന് എടുത്തതിന് ശേഷം അത് നമ്മൾ ഇവിടെ വന്ന് എല്ലെന്ന് മാർക്ക് ചെയ്താണ് പവർ പ്ലഗിൻ്റെ. ആ എല്ലെന്ന് മാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊടുത്തു. അതായത് റൈറ്റ് സൈഡ് കണ്ട ഒരു വയറിൻ്റെ ഒരു കഷ്ണം എടുത്തതിന് ശേഷം അതിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലേക്ക് താഴെ നിന്ന് കണ്ട ആ സ്വിച്ചിൻ്റെ 1 വേ സ്വിച്ചിൻ്റെ താഴെ നിന്ന് എടുത്തതിന് ശേഷം കണക്ട് ചെയ്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് കൊടുത്തു. ഒരു വയർ ന്യൂട്രലിലേക്ക് നമ്മൾ കൊടുത്തു. പിന്നെ ഫേസ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്താണ് തെളിയേണ്ടതെങ്കിൽ നമ്മൾ ആ സ്വിച്ചിൻ്റെ കണക്ഷൻ എവിടേക്കാണോ പ്ലഗിലേക്ക് പോകുന്നത് ആ വയറിലേക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അതായത് ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ ന്യൂട്രൽ നമ്മൾ ഈ പറയുന്ന കോമൺ ന്യൂട്രൽ വന്നിരിക്കുന്ന നീലയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു വയർ കൂടിയുണ്ട്. ആ വയർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്താണ് തെളിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണോ നമുക്ക് നമ്മുടെ പ്ലഗിലേക്ക് പവർ വന്ന് അവിടേക്ക് നമ്മൾ ഒരു വയർ കൂടി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് വന്നതിന് ശേഷം, അതായത് ഒരു ഫേസ്, ന്യൂട്രൽ, എർത്ത് വന്നതിന് ശേഷം എങ്ങനെ 2 നമുക്ക് കണക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി കാണും. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സ്വിച്ചുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അത് മാത്രമല്ല ഇതുപോലെ തന്നെ എത്ര ലൂപ്പ് ചെയ്തിട്ട് 1 2 3 മാക്സിമം ഒരു 4 2.5 നമ്മൾ വയർ സർക്യൂട്ട് കൊണ്ടുവന്ന മാക്സിമം ഒരു 4 പ്ലഗുകൾ വേണമെങ്കിൽ എൻ്റെ ഏരിയയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. വർക്ക് ഏരിയയിലേക്ക് ആണെങ്കിൽ ഒറ്റ സർക്യൂട്ട് നമുക്ക് ഇതുപോലെ തന്നെ 3 4 പവർ പ്ലഗുകൾ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.